നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ രാജഗിരി വെള്ളച്ചാട്ടത്തിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്, അവിട്ടം ദിവസമായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പുറകിൽ നോക്കി, ഇവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഏരിയ ഒക്കെ നോക്കാം, അടിപൊളി ഏരിയ ആണ്. അപ്പോൾ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞ്, പ്രായമായ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞ് കടച്ചക്ക, അതായത് പൈനാപ്പിൾ നട്ടിരിക്കുകയാണ്. കടച്ചക്കയല്ല, പൈനാപ്പിൾ നട്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വരുന്നവർ ഓർത്തുമൊക്കെ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതൊക്കെ എസ്റ്റേറ്റിനകത്തുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. താഴോട്ടിറങ്ങി പോകണം വെള്ളച്ചാട്ടത്തിലേക്ക്. കണ്ടോ, താഴെ കാണാം, നമുക്ക് വെള്ളം ഒഴുകി വരുന്ന കാണാം. അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. രണ്ടുപേരൊക്കെയാണെങ്കിൽ കഴിവതും ബൈക്കിൽ വരുന്നതായിരിക്കും നല്ലത്. അതേപോലെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങിപ്പോകണം. ഇതാണ് ഇതിൻ്റെ വഴി, ഇതുവഴിയാണ് ഇറങ്ങിപ്പോകേണ്ടത്. നിങ്ങൾ വീഡിയോയിലുണ്ട്, വേണ്ടായോ? എങ്ങനെയുണ്ടോ വെള്ളച്ചാട്ടം? ആണോ, അടിപൊളിയാണോ? നിങ്ങൾ എവിടെ നിന്ന് വരുന്ന? കൂടല്ല? കൂടൽ ഇവിടെ അടുത്തൊന്നല്ലേ? ഓക്കെ. കുറച്ച് സാഹസികമായിട്ട് ഇറങ്ങിപ്പോകണം. വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ്, മഴ പെയ്താൽ തെന്നുന്ന സ്ഥലങ്ങളാണ്. വേണ്ട, നല്ല പാടാണ്, തെന്നി വീഴാതെ സൂക്ഷിക്കണം കേട്ടോ. ഇറങ്ങാനും കയറാനും ഒക്കെ വലിയ പാടാണ്. ആളുകളൊക്കെ പോകുന്നുണ്ടോ? ഇതാണ് കയറാൻ ഇതുപോലുണ്ട്, ഇത്രയും കയറ്റമുണ്ട്. നല്ല പ്രയാസമല്ലേ? ഇങ്ങോട്ട് കയറി വരാനാ പാടല്ലേ? അമ്മച്ചി ഒന്ന് പിടിച്ചോ, തെന്നി കിടക്കുക. അപ്പോൾ ഇതാണ് ഏരിയ കണ്ടോ. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ, ഞങ്ങൾ ഡെവലപ്പ് ആയിക്കോളും. പ്രായമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. കണ്ടോ, തെന്നി തെറിച്ച് കിടക്കുകയാണ്. കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്, വലിയ ആഴമൊന്നുമില്ല.
നമ്മൾ ഇറങ്ങി വന്ന അവിടെ നിന്നാണ് കേട്ടോ. അതുവഴിയാണ് ഇറങ്ങി വന്നത്. കയറിപ്പാൻ അതുപോലെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് രാജഗിരി വെള്ളച്ചാട്ടം. അപ്പോൾ എല്ലാവരും പോന്നേക്കുക. കൂടൽ കഴിഞ്ഞിട്ടാണ് രാജഗിരി, അതായത് പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂർ കൂടൽ കഴിയുക. കൂടലിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ രാജഗിരി എസ്റ്റേറ്റിലേക്ക് എത്തും. വളരെ അടുത്താണ്. അവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവർ കൂടലിൽ വന്ന് ലെഫ്റ്റിലോട്ട് തിരിയുക. ഇനി കൊല്ലത്തു നിന്ന് വരുന്നവർ പത്തനാപുരം വഴി വന്ന് കലഞ്ഞൂർ വഴി വന്ന് കൂടൽ വന്നിട്ട് റൈറ്റ് തിരിയുക. അവിടുന്ന് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. അപ്പോൾ രാജഗിരി വെള്ളച്ചാട്ടം കണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.